ഓക്കെ. ഇതും നമ്മുടെ സർക്കുലർ ട്രാക്കിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. പക്ഷെ ഇച്ചിരി കാൽക്കുലേഷൻ വരുന്ന എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കൺവേർഷൻ വരും. ഒരു സർക്കുലർ ട്രാക്കിന്റെ ലെങ്ത് 693 സുജാതയുണ്ട്, അഞ്ജലിയുണ്ട്. ഇവരാണെങ്കിൽ സെയിം പോയിന്റിൽ നിന്ന് ഓപ്പോസിറ്റ് ഡയറക്ഷനിലോട്ട് നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ആദ്യത്തെ ആളുടെ സ്പീഡ് 2.85 km/h, രണ്ടാമത്തെ ആളുടെ സ്പീഡ് 1.5 m/s. അങ്ങനെയാണെങ്കിൽ ഇവർ ആദ്യമായിട്ട് മീറ്റ് ചെയ്യുന്നത് എപ്പോഴാണ് ചോദിച്ചിരിക്കുന്നത്. ആദ്യമായിട്ട് മീറ്റ് ചെയ്യണം നമുക്കറിയാം. എന്ത് ചെയ്യണം? ഫസ്റ്റ് ടൈം മീറ്റിങ്ങിന്റെ കേസിൽ നമ്മൾ ട്രാക്കിന്റെ ലെങ്ത് എടുക്കുക, എന്നിട്ട് റിലേറ്റീവ് സ്പീഡ് എടുക്കുക. റിലേറ്റീവ് സ്പീഡ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇത് 2.85 km/h ആണ്. ഇതാണെങ്കിൽ m/s ആണ്. അപ്പോൾ ഇൻറ്റു 1.5. ഓക്കെ, നിങ്ങൾ ചെയ്യുമ്പോൾ 693 ഇൻറ്റു 18, താഴെയാണെങ്കിൽ 2.85 ഇൻറ്റു 5 പ്ലസ് 1.5 ഇൻറ്റു 18, നമുക്ക് 41.25 എന്ന് പറഞ്ഞ് കിട്ടും. ഇത് എന്തിലായിരിക്കും കിട്ടുന്നത്? സെക്കൻഡിലാണ് കിട്ടുന്നത്. എനിക്ക് അതിനെ എന്തിലോട്ട് കൺവേർട്ട് ചെയ്യണം? മിനിറ്റിലോട്ട് കൺവേർട്ട് ചെയ്യണം. മിനിറ്റിലോട്ട് കൺവേർട്ട് ചെയ്യണമെങ്കിൽ ഞാൻ ഒരു 60 വെച്ച് ഡിവൈഡ് ചെയ്യും. അപ്പോൾ ഇതൊരു 3 വന്ന്, അപ്പോൾ കണ്ടിട്ട് ഇത് 3 വെച്ച് കട്ട്. ഓക്കെ, ഇതിൻ്റെ നമുക്ക് 10 വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 412.5 എന്ന് പറഞ്ഞ് കിട്ടും. ഓക്കെ, 3 വെച്ച് കട്ട് ചെയ്യാൻ പറ്റുമായിരിക്കും. ഓക്കെ, 3 വെച്ച് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ 13 3 39, 39 പോയിട്ട് ബാക്കി 22, 22 7 137.5 എന്ന് പറഞ്ഞ് വരും. ഓക്കെ ഓക്കെ, നമുക്ക് ജസ്റ്റ് കറക്റ്റായിട്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ കിട്ടും. എന്നാലും നമുക്ക് ഇവിടെ നിന്ന് അസ്യൂം ചെയ്ത് നോക്കാം. അതായത് 137.5 എന്ന് പറയുമ്പോൾ ഏകദേശം 130 × 5 എന്ന് പറയുമ്പോൾ 650 അടുപ്പിച്ച് വരും. ഓക്കെ, 6 എന്ന് പറയുമ്പോൾ 780 എന്ന് പറഞ്ഞു വരും. 4 എന്ന് പറയുമ്പോൾ 520. സോ 5.04 ആയിരിക്കും ആൻസർ. കാരണം നിങ്ങളിത് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഏതായാലും കറക്റ്റായിട്ട് ആൻസർ വരും 5.04. ഞാനിവിടെ ഇവിടെ നിന്ന് ജസ്റ്റ് അസ്യൂം ചെയ്തതാണ്. അസ്യൂം ചെയ്ത് കൊടുത്തു കഴിഞ്ഞാലും കറക്റ്റ് ആൻസർ തന്നെയായിരിക്കും വരുന്നത്. സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. ഓക്കെ, ഇതായിരിക്കും ഫൈനൽ ആൻസർ.